സോളമനേക്കാൾ മോടിയിലായി ലില്ലിപ്പൂവുകളണിയിപ്പോൻ. സോളമനേക്കാൾ മോടിയിലായി ലില്ലിപ്പൂവുകളണിയിപ്പോൻ. നിന്നെ കരുതി നിനച്ചിടുമേ, പിന്നെ നിനക്കെന്താശങ്ക. നിന്നെ കരുതി നിനച്ചിടുമേ, പിന്നെ നിനക്കെന്താശങ്ക. ആകുലനാകരുതേ മകനെ, അസ്വസ്ഥനാകരുതേ. ആദിയാലായുസിനെ നീട്ടാനാകുമോ നരനുലകിൽ. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിൻ്റെ അതിപരിനാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. അനുദിന വചനം, മൈ തോട്ട്സ് ആർ നോട്ട് യുവർ തോട്ട്സ്. എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല. ഞങ്ങൾ പാറയും വീണ്ടെടുപ്പാനുമേ കർത്താവേ. ഞങ്ങളുടെ അധരത്തിലെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുസന്നിധിയിൽ പ്രസാദകരമായിരിക്കാൻ ആത്മാവൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണം, പഠിപ്പിക്കണം. ആമേൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം 8-ാം വാക്യം. എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. For my thoughts are not your thoughts, neither are your ways my ways, says the Lord. സഹോദരങ്ങളെ, നമ്മൾ ഈ വിചാരപ്പെടുന്നതിൽ എന്ത് പ്രയോജനമാണ് നമുക്കുള്ളത്? കർത്താവ് ചോദിക്കുന്നത് ഇങ്ങനെയാണ്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 27-ാം വാക്യം. വിചാരപ്പെടുന്നതിനാൽ തൻ്റെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്കു കഴിയും? ഇതേ ചോദ്യം തന്നെയാണ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കർത്താവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 25-ാം തിരുവചനം. പിന്നെ വിചാരപ്പെടുന്നതിനാൽ തൻ്റെ നീളത്തിൽ ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? ശലോമോൻ തൻ്റെ സഭാപ്രസംഗി എന്ന പുസ്തകത്തിൽ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്. 11-ാം അധ്യായം 4-ാം വാക്യം. സഭാപ്രസംഗി 11:4. കാറ്റിനെ വിചാരിക്കുന്നവൻ വിതയ്ക്കുകയില്ല, മേഘങ്ങളെ നോക്കുന്നവൻ കൊയ്യുകയുമില്ല. ജീവിതത്തിൽ പലതരത്തിലുള്ള കാറ്റുകൾ അടിക്കാം. ഈശാനമൂലൻ എന്ന കാറ്റടിച്ച് ജീവപടകിനെ തകർക്കാം. സാമ്പത്തിക പരിശോധനകളും നിന്ദകളും പരിഹാസങ്ങളും വേർപാട് അവഗണനകളും നഷ്ടബോധങ്ങളും ജീവിതത്തിലെ വ്യത്യസ്തമായ കാറ്റുകളായിരിക്കാം. എന്നാൽ ഈ കാറ്റുകളെക്കുറിച്ച് ചിന്തിച്ച് ആകുലപ്പെടുന്നവർക്ക് ജീവിതത്തിൽ വിതയ്പ്പാൻ കഴിയുകയില്ല. ജീവിതത്തിൽ ദുഃഖത്തിൻ്റെതായ കാർമേഘങ്ങൾ കടന്നു വരാം. വരുത്തില്ല എന്ന് എങ്ങും എഴുതിയിട്ടില്ല, വരും. എന്നാൽ ഈ കാർമേഘങ്ങളെ നോക്കി നിരാശ കൊണ്ടിരിക്കുന്നവർക്ക് ജീവിതത്തിൽ ഒരു കൊയ്ത്തും നേടാൻ കഴിയുകയില്ല. വിചാരപ്പെടുന്നതിനാൽ യാതൊന്നും സാധ്യമാകില്ല എന്നും വിചാരപ്പെടില്ല എന്ന് മനസ്സുകൊണ്ട് ഉറപ്പിക്കണമെന്നും ഏത് സാഹചര്യത്തിലും എതിരാളികളോട് എതിർത്ത് നിൽപ്പാനുള്ള ജ്ഞാനവും വാക്കും യേശു നൽകും എന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ്? ലൂക്കോസിന്റെ സുവിശേഷം 21:14-15. ആകയാൽ പ്രതിവാദിപ്പാൻ മുൻകൂട്ടി വിചാരിക്കാതിരിക്കേണ്ടതിന് മനസ്സിൽ ഉറച്ചുകൊള്ളുവിൻ. നിങ്ങളുടെ എതിരുകൾക്ക് ആർക്കും ചെറുപ്പാനോ എതിർ പറയുവാനോ കഴിയാത്ത വാക്കും ജ്ഞാനവും ഞാൻ നിങ്ങൾക്ക് തരും. അത് കർത്താവിൽ ആശ്രയിച്ചാൽ മാത്രമേ അത്തക്ക സമയത്ത് സ്വർഗം പ്രവർത്തിക്കുകയുള്ളൂ. ഏത് സാഹചര്യമായാലും അവയെ നേരിടുന്നതിന് തക്ക വാക്കുകൾ ദൈവം തരും. സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കണം. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 11-12 വാക്യത്തിൽ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നത് ഇങ്ങനെയാണ്. എന്നാൽ നിങ്ങളെ പള്ളികൾക്കും കൊയ്മകൾക്കും അധികാരങ്ങൾക്കും മുൻപിൽ കൊണ്ടുപോകുമ്പോൾ എങ്ങനെയോ എന്തോ പ്രതിവാദിക്കേണ്ടു, എന്ത് പറയേണ്ടു എന്ന് വിചാരപ്പെടേണ്ട. പറയേണ്ടത് പരിശുദ്ധാത്മാവ് ആ നാഴികയിൽ തന്നെ നിങ്ങളെ പഠിപ്പിക്കും. നാം ഒന്നിനെക്കുറിച്ചും വിചാരപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. കാരണം മനുഷ്യൻ്റെ കണ്ണുനീർ തുടയ്ക്കുവാൻ മനുഷ്യകരങ്ങൾക്ക് പ്രാപ്തിയില്ല. എന്നാൽ നമ്മുടെ കണ്ണുനീരിനെയും വേദനയെയും അറിയുവാൻ നല്ല ഇടയനായി യേശുവിന് മാത്രമേ കഴിയൂ. കണ്ണുനീർ തുടയ്ക്കാൻ ലോകത്തിലെ ഒരാൾക്കും സാധ്യമാവുകയില്ല. ആട്ടിൻകൂട്ടത്തിലെ ഓരോ ആടിനെയും നന്നായി അറിയുന്നത്
ആടുകളുടെ ഉടയവനായ ഇടയന് മാത്രമാണ്. ഞാൻ എൻ്റെ ആടുകളെ പേര് ചൊല്ലി വിളിക്കുന്നു. അപ്പോൾ വ്യക്തിപരമായി ഈ ഇടയനാകുന്ന കർത്താവിന് നമ്മളെ അറിയാം. കൂലിക്ക് വച്ചിരിക്കുന്നവർക്ക് ആടുകളെ അറിയണമെന്നില്ല. അവർ ആപൽഘട്ടങ്ങളിൽ ആടുകളെ വിട്ടോടിപ്പോകും. എന്നാൽ നല്ല ഇടയൻ ആടുകളെക്കുറിച്ച് വിചാരപ്പെടുന്നു, അവയ്ക്ക് മുൻപിൽ നടക്കുന്നു, അവർക്ക് വേണ്ടി മേച്ചിൽപ്പുറങ്ങൾ കണ്ടെത്തുന്നു, അവർക്ക് ജീവൻ നൽകുന്നു, അവർക്ക് വേണ്ടി സ്വന്തം ജീവനെ പോലും കൊടുക്കുന്നു. അതിനാൽ യേശു പറഞ്ഞതിങ്ങനെയാണ്, യോഹന്നാൻ 10:12 മുതൽ തിരുവചനങ്ങൾ. ഇടയനും ആടുകളുടെ ഉടമസ്ഥനുമല്ലാത്ത കൂലിക്കാരൻ ചെന്നായി വരുന്നത് കണ്ട് ആടുകളെ വിട്ട് ഓടിക്കളയുന്നു. ചെന്നായി അവരെ പിടിക്കുകയും ചിന്നിക്കളയുകയും ചെയ്യുന്നു. അവൻ കൂലിക്കാരന് ആടുകളെക്കുറിച്ച് വിചാരമില്ലാത്തവനുമല്ലോ. ഞാൻ നല്ല ഇടയൻ. പിതാവ് എന്നെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. ആടുകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവനെ കൊടുക്കുന്നു. ഹല്ലേലൂയ. കർത്താവിന് മാത്രമേ ഇങ്ങനെ പറയാൻ പറ്റൂ. ഭൂമിയിലെ ഒരു ഇടയനും ഒരു ശ്രേഷ്ഠ ഇടയനും പറയാൻ പറ്റില്ല. ഓൺലി ജീസസിന് മാത്രം, യേശുവാകുന്ന ഇടയന് മാത്രമേ ഇങ്ങനെ പറയാൻ പറ്റുകയുള്ളൂ. ഈ ലോകത്തിൽ ദൈവമക്കളെ, ഈ ലോകത്തിൽ നല്ല ഇടയനെ തിരിച്ചറിയുക. നല്ല ഇടയനെ തിരിച്ചറിഞ്ഞാൽ പിന്നെ നാം വിചാരപ്പെടേണ്ടതില്ല. കാരണം നല്ല ഇടയൻ നമ്മെക്കുറിച്ച് വിചാരപ്പെടുന്നവനാണ്, നമുക്ക് വേണ്ടി ജീവനെ കളഞ്ഞവനാണ്. അതിനാൽ നാം വിചാരപ്പെട്ട് ദോഷമായ വഴികൾ തിരഞ്ഞെടുക്കരുത്. യേശു നമ്മെക്കുറിച്ച് വിചാരപ്പെടുന്നു, മെത്തരമായത് നമുക്ക് വേണ്ടി ഒരുക്കുന്നു. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകനിലൂടെ കർത്താവ് കുറിവാക്യമായിട്ട് നമ്മളോട് സംസാരിച്ചത്. യെശയ്യാ 55:8-9. എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. അതിനാൽ നല്ല ഇടയൻ്റെ മാറിലേക്ക് നമുക്ക് ചാരിയിരിക്കാം, സകല ആകുലതകളെയും വെടിയാം. വചനം പറയുന്നു 1 പത്രോസ് 5:6-7. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പേൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്തോത്രം, 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 സ്തോത്രം. നിത്യന് പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ആയുസ്സിൻ്റെ ഒരു ദിനം കൂടി തന്നതിനായി സ്തോത്രം. ഈ പുതിയ ദിനത്തിൽ തിരുവചനത്തിലൂടെ നിങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. ഇന്ന് തിരുവചനം ശ്രവിച്ച് ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട് വഞ്ചിക്കപ്പെടാതെ അത് ഹൃദയത്തോടെ ഏറ്റെടുത്ത് അനുസരിക്കുവാൻ ആത്മാവൻ ദൈവമേ ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കുടുംബത്തോടെ ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇടയൻ്റെ ശബ്ദം മാത്രം കേൾക്കുന്ന യഥാർത്ഥ ആടുകളായി ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ വിശുദ്ധ ജീവിതം ഓടിത്തികയ്ക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നരക്കോളം ഞാൻ നിന്നെ ചുമക്കുമെന്ന് അരുളി ചെയ്ത കർത്താവേ, അവിടുത്തെ അടിപ്പിണരുകളാൽ പ്രിയ മാതാപിതാക്കൾക്ക് പൂർണ്ണ സൗഖ്യം അവിടുന്ന് കൊടുത്തിരിക്കുന്നതിനായി നന്ദി പറയുന്നു. ഈ സമയത്ത് ഞങ്ങളുടെ തലമുറകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയ കുഞ്ഞുങ്ങളെ, മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ എക്സാം അറ്റൻഡ് ചെയ്യുവാൻ മക്കളുടെ ബുദ്ധിമണ്ഡലത്തെ അനുഗ്രഹിക്കണമേ. ഓ സ്തോത്രം. ഈ ലോകത്തിന് അനുരൂപരാകാതെ അനുദിനം അങ്ങയോട് പറ്റിച്ചേർന്ന് നടക്കുവാൻ ഹാനോക്ക് അവിടത്തോട് ചേർന്ന് നടന്നതുപോലെ പ്രിയ മക്കളും അവിടത്തോട് ചേർന്ന് നടക്കുവാൻ അവരെ സഹായിക്കണമേ. അവരുടെ ബുദ്ധിമണ്ഡലത്തെ അനുഗ്രഹിക്കണമേ. ആത്മാവിൻ്റെ ജ്ഞാനത്താൽ അവരെ നിറയ്ക്കണമേ. അവർ പഠിക്കുന്ന സ്കൂളും കോളേജിനും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന അവരുടെ സഹപാഠികളെ സമർപ്പിക്കുന്നു. അവർക്ക് ജ്ഞാനം പകർന്നു കൊടുക്കുന്ന ടീച്ചേഴ്സിനെയും പ്രൊഫസേഴ്സിനെയും ഓർത്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മാതൃരാജ്യത്തെ അവിടുന്ന് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അകത്തു നിന്നും പുറത്തു നിന്നും ഞങ്ങളുടെ രാജ്യത്തിനെതിരെ ഉയരുന്ന എല്ലാ അന്ധകാര പോരാട്ട ശക്തികളുടെ വെല്ലുവിളികൾ ദേശമണ്ഡലത്തിൽ നിന്ന് വിട്ടുമാറട്ടെ. ഈ സമയത്ത് കർത്താവെ, ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമേരിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജർമ്മനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചൈനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റഷ്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഉക്രൈനു വേണ്ടി പ്രാർത്ഥിക്കുന്നു.
ആഫ്രിക്കൻ രാജ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ രണ്ടാമത്തെ വരവിന് ലോകജനത ഒരുങ്ങുവാൻ തിരുവചനം അയച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ പേരും ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടുവാൻ തക്കവണ്ണം അന്ധകാരം മാറി സ്വർഗീയ പ്രകാശം മാനവരാശിക്ക് ലഭിക്കുവാനും അങ്ങേ രക്ഷകനാഥനുമായി സ്വീകരിക്കുവാനും അവിടുന്ന് അവരെ സഹായിക്കുന്നതിനായി സ്തോത്രം. അവിടുത്തെ മാറ്റമില്ലാത്ത തിരുവചനവുമായി ലോകത്തിൻ്റെ നാനാഭാഗത്തുമായി നിൽക്കുന്ന വിശുദ്ധ വചന പ്രഘോഷകരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കുടുംബമായി അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കലത്തിലെ മാവും തുരുത്തിലെ എണ്ണയും വറ്റിപ്പോകാതെ ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ അതിരുകളെ അവിടുന്ന് വിശാലമാക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ വയലുകളെയും ഞങ്ങളുടെ തോട്ടങ്ങളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ഓഫീസുകളെ അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കൂടി ഇന്നത്തെ ദിനത്തിനായി നന്ദി പറയുന്നു. ഞങ്ങളുടെ എല്ലാ ശുശ്രൂഷകളെയും പ്രവർത്തനങ്ങളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയെ യാചനം കേട്ടിരിക്കാൻ നന്ദി അപ്പ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ക്ലേശം, ദുരിതം, പീഡനവും, രോഗമനർത്ഥം, ദാരിദ്ര്യം. ക്ലേശം, ദുരിതം, പീഡനവും, രോഗമനർത്ഥം, ദാരിദ്ര്യം. ഒന്നും നിന്നെ അകറ്റരുതേ രക്ഷകനിൽ നിന്നൊരു നാളും. ഒന്നും നിന്നെ അകറ്റരുതേ രക്ഷകനിൽ നിന്നൊരു നാളും. ആകുലനാകരുതേ മകനെ, അസ്വസ്ഥനാകരുതേ. ആദിയാലായുസിനെ നീട്ടാനാകുമോ നരനുലകിൽ? ആകുലയാകരുതേ മകളെ, അസ്വസ്ഥയാകരുതേ. ആദിയാലായുസിനെ